ഈ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ എവിക്ഷന്റെ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും എവിക്റ്റായി ആദ്യം മുതൽ അപ്പാനി മുതൽ എല്ലാവരും അങ്ങനെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് എന്താണ് അക്ബർ അവിടുത്തെ മാൻട്രിക് ആണോ? ഇല്ല, എനിക്കങ്ങനെ ഞാൻ ഈ ഗെയിം ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മളായിട്ടാണ് മെയിനായിട്ട് കാണുന്നത്. ഞങ്ങൾ മെയിൻ പ്ലെയർ, ബാക്കി എല്ലാവരും ബെസ്റ്റ് ഓഫ് ലക്ക്, അങ്ങനെയല്ലേ മെന്റാലിറ്റി. അപ്പൊ ആ സമയത്ത് ഞാൻ അക്ബർ ഇങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല, അക്ബർ നല്ല പ്ലെയർ ആണ്, പക്ഷെ അത് എന്റെ ഫ്രണ്ട്, എന്റെ സുഹൃത്താണ് പുള്ളി. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര നല്ല റാപ്പിൽ പോകുന്നൊരു സമയത്ത് പുള്ളി ആരുടെ കൂടെ ഉണ്ടോ, പുള്ളിനെ ആരെ സപ്പോർട്ട് ചെയ്യണോ, അങ്ങനെ ഞാൻ ഡീപ്പായിട്ട് അങ്ങനെ ഒന്നും ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഐ ഹവ് ജസ്റ്റ് ബീൻ പ്ലേ മൈ ഗെയിം. നമ്മൾ ലാലേട്ടൻ പറഞ്ഞൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഫ്രം ഡേ 30, 40, 50 അറൗണ്ട് വെൻ ഹി ടോൾഡ്, ആ ദിവസം തൊട്ട് ഈ സാധനം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലാലേട്ടൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗെയിം ബെറ്റർ ആക്കാൻ വേണ്ടി കളിക്കുക, വേറെ ആളുടെ ഗെയിം താഴ്ത്താൻ വേണ്ടി കളിക്കരുത്. ഐ ഫെൽറ്റ് സോ ഹാപ്പി. ഐ സെഡ് ലാലേട്ട ബ്യൂട്ടിഫുൾ വേർഡ്സ് മാൻ. നമ്മൾ എന്തിനാണ് വേറെ ആളെ അവൻ ചെയ്ത കുറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ടാസ്ക് വരുമ്പോൾ ഞാൻ എന്നെ തന്നെ ബെറ്റർ ആക്കാൻ വേണ്ടി യോഗ ചെയ്യുന്നു, എന്തെങ്കിലും മെന്റലി പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അല്ല ഫുഡ് കഴിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഫോർ വാർ. ബിഗ് ബോസ് ഹൗസ് ഇസ് എ വാർ. അതിൽ സ്വോർഡൊക്കെ ഷാർപ്പൻ ചെയ്ത് എല്ലാം വെയിറ്റ് ചെയ്യണ വാറിന് വേണ്ടി. ആ സമയത്ത് നമ്മൾ അപ്പൊ തന്നെ മറ്റേ ആൾക്കാരെ കുറ്റം, അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കുണിച്ചിട്ടുകൊണ്ട് കാര്യമില്ല. എന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്തതല്ല, എന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ എന്റെ ഗെയിം എങ്ങനെ ബെസ്റ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റേ ആൾക്കാരെ നെഗ് അടിപ്പിക്കാത്ത രീതിക്ക്. എന്റെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, എനിക്ക് പുറത്ത് അങ്ങനെ ഞാൻ ഒരാളുടെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ അത് വൈറലൊന്നും ആയിട്ടുണ്ടാവും. ഐ എം പ്രിറ്റി ഷുവർ ഐ ക്യാൻ സൈൻ ആൻഡ് ഗിവ് യു. ഞാൻ ആളിങ്ങനെ കുറ്റം പറയുന്നു, തിണ്ടി സാധനം വൈറലായിട്ടുണ്ടാവില്ല, എനിക്ക് അത്ര ഉറപ്പ്. ഞാൻ വീട്ടിൽ അങ്ങനെ കുണിഷ്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്രൂസിഫൈ ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ കലക്കാക്കി ഉണ്ടാവും, മോള് ബാക്കിൽ കിടക്കുന്നത് എന്തുവാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഒരു കോമഡി സെൻസ് ഓഫ് ഹ്യൂമറാണ്. അതല്ലാത്ത ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാളെ ക്രൂസിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി സംസാരിച്ചിട്ടില്ല ഈ വീട്ടിൽ. ദാറ്റ്സ് മീ. ഇപ്പൊ ഈ അക്ബറിനെ കുറിച്ചിട്ട് അവിടെ എല്ലാവരും അക്ബറാണ് കഴുകൻ, അക്ബറാണ് മെയിൻ ഇത് സംഭവം പറയുന്നത്. പക്ഷെ നമ്മൾ എപ്പിസോഡിൽ കാണുമ്പോഴത്തേക്ക് അപ്പാനിയുടെ എവിക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്ബർ വെറുതെ ബീം ബാഗിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നുള്ളൂ. അക്ബറിന് ഇങ്ങനെ അക്ബർ മാസ്റ്റർ പ്ലാനിങ് ഉണ്ടെന്ന് ഇവര് പറയുന്നു ഹൗസിലുള്ളവര്. ശരിക്കും ഹൗസിനകത്ത് അങ്ങനെ അക്ബറിന്റെ ഒരു പ്ലാനിങ് ഉണ്ടോ? അക്ബർ, അനുമോള്, അനീഷ്, ഞാനും, ഷാനവാസ്, ആദില എന്ന് പറയുക, ഇവരൊക്കെ എല്ലാവരും ഡിഫറെന്റ് കണ്ടസ്റ്റൻസ് ആണ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം 20-25 പേര് വിട്ടത് എല്ലാം സെയിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അല്ല, 20 പ്രത്യേകത ബുദ്ധിയും പ്രത്യേകത മെന്റാലിറ്റിയുള്ള മനുഷ്യന്മാരാണ് ഇതെല്ലാം. അപ്പൊ ഇവർക്ക് ഇവരുടെ രീതി ഉണ്ടാവും ചില സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അക്ബർ ചെയ്യണ സാധനം വേറെ ആൾ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്യുന്ന സാധനം അക്ബർ ചെയ്യണമെന്നില്ല. അപ്പൊ അക്ബറുടെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. പുള്ളിക്ക് പ്ലാൻ ചെയ്യാൻ ഇഷ്ടമാണ്. മേ ബി ഹിം പ്ലാനിങ് ഇൻ ദ ഷോ കീപ്സ് ഹിം അലൈവ്. ദാറ്റ് ഇസ് വൈ ഹി സ്റ്റിൽ ദേർ ഇൻ ദ ഹൗസ്. അത് ചിലപ്പോൾ എനിക്ക് റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഗുഡ് മാൻ, നീ പ്ലാൻ ചെയ്യുന്നു, ഇതൊരു നല്ല കാര്യമാണ്. നീ അത്ര ഗെയിമിൽ ഇൻവോൾവ് ആണ്. ഇവിടെ ചില ആൾക്കാർ പ്ലാനും ചെയ്യുന്നില്ല, വെറുതെ അങ്ങ് ജീവിച്ച് പോകാൻ വേണ്ടി അഭിനയിക്കുക ചില ആൾക്കാർ. അപ്പൊ പ്ലാനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അക്ബർ ബ്രോ എന്ത് വേണമെങ്കിൽ ചെയ്യും, എനിക്കൊരു പ്രശ്നമില്ല. ഫുൾ സപ്പോർട്ട് എല്ലാവർക്കും ഈ വീട്ടില്. അനു കുണിഷ്ട് പറ, എനിക്കൊരു പ്രശ്നമില്ല. ഞാനും അനുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് ഈ കാര്യത്തിൽ. ബിക്കോസ് ഇൻട്രസ്റ്റിംഗ് ആണ് അനു ഭയങ്കര ഈ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അനു വരും എനിക്ക് കണ്ടിട്ട് ഇങ്ങനെടാ പോളി, മനസ്സിലായോ? അപ്പൊ അനുയുടെ പോസിറ്റീവ് ആണ് ഇതെല്ലാം. അനുയുടെ പോസിറ്റീവ്സ്, അക്ബറിന്റെ പോസിറ്റീവ്സ്, എല്ലാവർക്കും അവരുടെ രീതിക്ക് പോസിറ്റീവ്സ് ഉണ്ട്. പിന്നെ മറ്റേ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ നെഗറ്റീവ്സ് ആണ്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നെഗറ്റീവാണ്, എനിക്ക് നെഗറ്റീവാണ്, പക്ഷെ പുള്ളിക്ക് അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ വീട്ടിൽ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഈ കാര്യത്തിൽ. എവറിബഡി ഹാസ് ദെയർ ഓൺ വേ ടു പ്ലേ. സം പീപ്പിൾ ടോക്ക് ലൗഡ്, സം പീപ്പിൾ ടോക്ക് ലിറ്റിൽ, സം പീപ്പിൾ പ്ലേ ഹ്യൂമാനിറ്റി കാർഡ്, സം പീപ്പിൾ പ്ലേ ഒറ്റപ്പെടുത്തൽ. ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് എന്ത് വർക്കാവുന്നു നിങ്ങൾ അത് ചെയ്യും. ഞാൻ അതാ പറയുന്നത്. ലാലേട്ടൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയ ചില സീൻസിൽ ഒന്നാണ് കക്കൂസ് ടീം. സത്യം, എന്റെ പറയുന്നത് ജെനുവിൻലി ഇവരുടെ ലാംഗ്വേജ് കാരണം വന്ന സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഹൗസിലെ മറ്റൊരു കോൺട്രവേഴ്സി ഏറ്റവും കൂടുതലായത് ആദിലേനെയും നൂറേനെയും ലക്ഷ്മി വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പക്ഷേ ലക്ഷ്മി ഔട്ടായിട്ട് എയർപോർട്ടിൽ വന്നിട്ടും കേറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ബട്ട് ഹൗസിനകത്ത് നമ്മൾ കണ്ടു, ഞാനത് അപ്പൊ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, യു ആർ ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ആ ഒരു കാര്യത്തില്? പിന്നെ നമ്മുടെ ഷിയാസ് കരീം വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, FB-ല് ഓൾറെഡി
ഈ പറയുന്ന പോലെ ഈ ജെൻഡർ ബൈസ്ഡ് ഒന്നും അല്ലാണ്ട് തന്നെ LGBTQ കമ്മ്യൂണിറ്റിക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ലക്ഷ്മി ഇതിനു മുമ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തില് ലക്ഷ്മിക്ക് കുറച്ച് ഡബിൾ സ്റ്റാൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറയട്ടെ. ഞാൻ പ്രാക്ടിക്കലി ഒരിക്കലും ആൻസർ ചെയ്യില്ല ഈ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അവരുടെ അഭിപ്രായമുണ്ട്. എവറിബഡി ഹാസ് ദ റൈറ്റ് ടു സേ വാട്ട് ദേ വാണ്ട് ടു സേ. ഐ എം നോട്ട് സേയിങ് ലക്ഷ്മി ഈസ് റൈറ്റ് ഓർ ആദിൽ നൂർ ഈസ് റൈറ്റ്. രണ്ടുപേർക്ക് രണ്ട് വേറെ നിലപാടുണ്ട്, രണ്ടുപേർക്ക് രണ്ട് വേറെ സ്റ്റാൻഡ് ഉണ്ട്. അവർക്ക് ആ സ്റ്റാൻഡിൽ ഉറച്ചിരിക്കാം. നമുക്ക് ലക്ഷ്മിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ സപ്പോർട്ട് LGBTQ? ഇല്ല. യു ഗോ യുവർ വേ, ഐ വിൽ ഗോ മൈ വേ. മനസ്സിലായോ? യു ഗോ അഗേൻസ്റ്റ് ദം, യു ഗോ അഗേൻസ്റ്റ് ഹർ. ഐ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് യുവർ കോൺവെർസേഷൻ because I am not seeing LGBTQ like LGBTQ. I am seeing them like my family and my friends. I am not seeing you also as anything. I am seeing you as my family and friend. Appo njan കാണുന്ന perspective of world is different. Yes. I am not against LGBTQ. Yeah. But why should I keep supporting them for no reason? Yes. Exist. Like LGBTQ നെ മുഴുവൻ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഒരു person നോക്കിയാൽ മതി. Correct. ഒരു കാര്യം ചോദിക്കാം. ഭയങ്കര പ്രാക്ടിക്കൽ ആൻസർ ആണ് ഇത്. ഭയങ്കര ഒരു I am very smart about this. Okay. I know this will be very good answer. LGBTQ കമ്മ്യൂണിറ്റി ഉണ്ട്. ഐ ലവ് ദം. ഭയങ്കര സ്നേഹമുണ്ട് എനിക്ക് അവർക്ക് വേണ്ടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എനിക്ക് വേണ്ടി സ്നേഹം ഉണ്ടാവും. ബിക്കോസ് ദേ നോ ഐ സപ്പോർട്ട് ഓൾ ദാറ്റ്. അപ്പോൾ ഇങ്ങനെ പോലത്തെ കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും എനിക്ക് ആക്സിഡന്റ് വന്നാലോ പ്രശ്നം വന്നാലും ഞാൻ വിളിക്കാൻ പോകുന്നത് LGBTQ കമ്മ്യൂണിറ്റി ഒന്നും അല്ലല്ലോ, എൻ്റെ അച്ഛനമ്മയായിരിക്കും. അപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഷുഡ് ഐ കം ആൻഡ് ഡു ക്യാമ്പയിൻ ഫോർ യു? യു എക്സിസ്റ്റ്. Yes. You exist, you fight for your rights. Yes. I have my own rights to fight for in my real life. Yes. സദാചാരമിന്റെ അഗേൻസ്റ്റ് ഒക്കെ ഞാൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ ഈ വീട്ടില്. അപ്പൊ ഞാൻ ആരെ സൈഡ് എടുക്കാൻ വേണ്ടിയൊന്നും അല്ല ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് അവിടുന്ന് മാറുന്നതാണ് എൻ്റെ മെയിൻ സാധനം. അപ്പോൾ LGBTQ പറയുമ്പോൾ you can exist, Lakshmi, even you can exist. Both of you do whatever you want, man. I'm not with or against anyone. You fight for your right, you fight for your right. Who am I to say right or wrong? I just won't go and support anyone. I'll just be in my own track and fight my own war. ഞാൻ എൻ്റെ വോറല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തിനാ വേറെ ആൾക്കാരുടെ വോർ ഫൈറ്റ് ചെയ്യുന്നത്? അങ്ങനെ പോയ റൂട്ടിൽ പോയ ആളാണ് ഞാൻ. അത് ക്ലിയർ ആണ്. അതായത് നമ്മൾ ആ ഒരു ഫുൾ കമ്മ്യൂണിറ്റിയിൽ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന കാര്യമില്ല. ബട്ട് ഇപ്പൊ ആദില നൂറ അവരെ നമുക്ക് ഇഷ്ടമാണ്. ലൈക്ക് അങ്ങനെ ഒരു പീപ്പിൾ അല്ലെ, ആളുകളോടുള്ള സ്നേഹം മതി. ഒരു കമ്മ്യൂണിറ്റിയോട് വെറുപ്പില്ല. ബട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടന്നല്ലേ. അതാ പറഞ്ഞ ലക്ഷ്മി പറഞ്ഞു ആര്യൻ അവർ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞു ലക്ഷ്മി എനിക്കറിയില്ല. ആദ്യം നൂറ പറഞ്ഞു എന്നോട് ലക്ഷ്മി ഞാൻ തെറ്റാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ എന്തിനാ ഒരാളുടെ സൈഡ് എടുത്തിട്ട് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്ത് പ്രശ്നമാക്കേണ്ടത്? എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. ഐ എം നോട്ട് അഗേൻസ്റ്റ് എനി വൺ. ദാറ്റ് ഇസ് മൈ ഫോട്ടെ. ഈ പറഞ്ഞ പോലെ ഈ ഗെയിം അല്ല അത്. ദാറ്റ് ഇസ് ഹൗ ഐ ആം. ഞാൻ ഒരാൾക്ക് ചത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ കാര്യത്തിലൊക്കെ വരില്ല. പക്ഷെ ഞാൻ ഇതിന്റെ എതിരും സംസാരിക്കില്ല, കൂടുതലും സംസാരിക്കില്ല. ഐ എം ജസ്റ്റ് എ ലിസ്ണർ ഈ കാര്യത്തിൽ. ബിക്കോസ് മൈ ഒപ്പീനിയൻ ഇസ് വാട്ട് both of you are normal to me. Both of you are fighting for your rights. രണ്ടുപേരും നിങ്ങളുടെ രീതിക്ക് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നു. ഐ ഹോപ്പ് ദ ബെസ്റ്റ് വിൻസ്. ആ ഒരു മെന്റാലിറ്റിയിൽ എന്റെ അഭിപ്രായം വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും. എന്താ പറഞ്ഞാൽ ലാലേട്ട, ഞാൻ ആ ഭയങ്കര കൃത്യമായിട്ട് ആ വീക്കെൻഡ് എപ്പിസോഡ് പറഞ്ഞു ലാലേട്ട, ഇതൊരു പൊളിറ്റിക്കൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഐ എം നോട്ട് വിത്ത് എനി വൺ ഓർ വിതൗട്ട് ഓർ നോട്ട് ലൈക്ക് യു നോ അഗേൻസ്റ്റ് എനി വൺ. ഐ എം ജസ്റ്റ് സപ്പോർട്ടീവ് ടു ബോത്ത് in their own perspectives. You know, like I don't want to be a part of any supportive group because എനിക്ക് ഞാൻ നാളെ സദാചാരം സാധനം വന്നപ്പോൾ ഞാൻ ഡൗൺ ആയപ്പോൾ ഇവർ ഈ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷ്മിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, ഞാൻ തന്നെ എന്നെ ഫൈറ്റ് ചെയ്തില്ലേ. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫൈറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. ദാറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്.